നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ് വിനോദസഞ്ചാരി മരിച്ചത് ചെന്നൈയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാൾ. അപകടമുണ്ടായത് വാഹനം പിറകോട്ടുരുണ്ട താഴ്ചയിലേക്ക് പതിച്ച. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് അശോക ലോട്ടറി കടയിൽ. 1 ലക്ഷത്തോളം രൂപയും 3.5 ലക്ഷം രൂപയുടെ ലോട്ടറിയും മോഷ്ടാവ് അപഹരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പടിക്കിലേക്ക് നടത്തിയ മാർച്ചും ധർണയും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം താറുമാറാക്കിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ഷാനിമോൾ ഉസ്മാൻ. കനത്ത മഴ പെയ്ത് നടപ്പുവഴിയിലെ കൈത്തോട്ടിൽ വെള്ളമുയരുന്നതോടെ പുറം ലോകത്തേക്കുള്ള യാത്ര പ്രതിസന്ധിയിലായി മാങ്കുളം ആനക്കുളത്തെ 2 കുടുംബങ്ങൾ. മഴക്കാലത്ത് ഇവരുടെ യാത്ര തോടിനു പുറകെ ഉറപ്പൊന്നുമില്ലാത്ത തടിപ്പാലം നിർമ്മിച്ച. മഴ പെയ്ത തോട്ടിൽ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് വർദ്ധിക്കുന്നതോടെ കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും തടസ്സപ്പെടും. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ വിനോദസഞ്ചാരി മരിച്ചു. ചെന്നൈയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് മരിച്ചത്. ജീപ്പിൽ മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോകാൻ തുടങ്ങുന്നതിനിടയിൽ വാഹനം പിറകോട്ടുരുണ്ട താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റ മറ്റുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള 2 കുടുംബങ്ങളിൽപ്പെട്ടയാളുകൾ മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയത്. ഇവർ പോതമേട്ടിലെ സ്വകാര്യ റിസോർട്ടിലായിരുന്നു താമസിച്ചത്. രാവിലെ ജീപ്പിൽ മൂന്നാറിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി വാഹനം എത്തുകയും സഞ്ചാരികൾ ജീപ്പിൽ കയറുകയും ചെയ്തു. യാത്ര പുറപ്പെടാനായി വാഹനം തിരിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പുറകോട്ടുരുണ്ട അപകടത്തിൽപ്പെടുകയായിരുന്നു. പിറകോട്ടുരുണ്ട ജീപ്പ് സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് പതിച്ചു. 50 അടിയോളം താഴ്ചയിലേക്കാണ് വാഹനം പതിച്ചത്. അപകടത്തിൽ യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട ചെന്നൈ സ്വദേശിയായ പ്രകാശനാണ് മരിച്ചത്. അപകടശേഷം സമീപവാസികളും തോട്ടം തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ 51-കാരനായ പ്രകാശിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റവരെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അപകടത്തിൽ വാഹനത്തിനും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കട്ടപ്പന പുതിയ സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. അശോക ലോട്ടറി കടയിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. 1 ലക്ഷത്തോളം രൂപയും 3.5 ലക്ഷം രൂപയുടെ ലോട്ടറിയും മോഷ്ടാവ് അപഹരിച്ചു. കട ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ശേഷമാണ് മോഷണം നടന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന അശോക ലോട്ടറി ഏജൻസിയിലാണ് മോഷണം നടന്നത്. കടയുടെ താഴെ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് കടയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപയും 3.5 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും മോഷ്ടിച്ചു. രാവിലെ ജീവനക്കാരി കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മോഷണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവം സംബന്ധിച്ച് കടയുടമ കട്ടപ്പന പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി കടയുടമ പറഞ്ഞു. 1 ലക്ഷം രൂപയോളം ക്യാഷും 3.5 ലക്ഷം രൂപയോളം ലോട്ടറി ടിക്കറ്റുകളും മോഷ്ടാവ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ അകത്തെ കടയ്ക്കകത്തെ CCTVക്കകത്ത് കാണുന്നുണ്ട്, ആൾ മോഷ്ടാവിനെ കാണുന്നുണ്ട്. പക്ഷേ മുഖം മറച്ചേക്കുവാണ്, ആളെ അറിയത്തില്ല. മുനിസിപ്പാലിറ്റിയുടെ ക്യാമറ വെളിയിലുണ്ട്, പക്ഷേ അത് പ്രവർത്തനം ചെയ്തതാണ്. ഏതാണ്ട് 2 വർഷമായിട്ട് മുന്നേ കൊണ്ടുവച്ചതാണ്. ഇതുവരെ അത് പ്രവർത്തനമായിട്ടില്ല. നമുക്ക് നിലവിൽ ഏതാണ്ട് 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടം വന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് എടുത്തിട്ടില്ല. കണക്കെടുത്താലേ കൃത്യമായിട്ടുള്ള കാര്യം അറിയത്തുള്ളൂ. അപ്പം ഈ ക്യാമറയെല്ലാം, വെളിയിലിരിക്കുന്ന ക്യാമറയെല്ലാം പ്രവർത്തനരഹിതമായിട്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് മുനിസിപ്പാലിറ്റി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കടയടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഹിന്ദിക്കാർ നമ്മുടെ കടയുടെ മുൻവശം മുഴുവൻ ചേർന്ന് കിടക്കുകയാണ്. ഇതിനകത്ത് മുഴുവൻ ഹിന്ദിക്കാരാണ്. അപ്പോൾ അതിനും അടിയന്തരമായിട്ട് നഗരസഭ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടക്കുന്ന മോഷണം വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.
കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പതിവായ സാഹചര്യത്തിലും രാത്രി സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ആളുകളുടെ സുരക്ഷയും മുൻനിർത്തി ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കൂടാതെ തകരാറിലായ വെളിച്ച സംവിധാനം പുനർക്രമീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പതിവാകുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പല ലൈറ്റുകളും കത്തുന്നില്ല എന്നുള്ള ഗൗരവമായൊരു വിഷയമുണ്ട്. പല പ്രാവശ്യം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലൈറ്റ് വിട്ട് മുനിസിപ്പാലിറ്റിയിൽ ആവശ്യത്തിനുള്ള വെട്ടം എടുക്കുന്നതിനുള്ളൊരു സംവിധാനം പോലും ചെയ്യുവാനായിട്ട് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ മുനിസിപ്പാലിറ്റിയിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാകണമെന്നാണ് മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന കടക്കാരുടെ ഒരു അഭിപ്രായം. പ്രധാന ബസ് സ്റ്റാൻഡായതിനാൽ രാത്രി സമയങ്ങളിലടക്കം ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇതിൽ സ്ത്രീകളടക്കം ഉൾപ്പെടുന്നു. ഇവരുടെയെല്ലാം സുരക്ഷ മുൻനിർത്തിയാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. രാത്രി സമയങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രധാന ഇടമായി കട്ടപ്പന ബസ് സ്റ്റാൻഡ് മാറുന്നതായും ആളുകൾ പറഞ്ഞു. ഇവർ ഇവിടെ തമ്പടിക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മുൻപ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും മോശം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി പുതിയ ബസ് സ്റ്റാൻഡിൽ വെളിച്ച സംവിധാനം ഒരുക്കുകയും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവയ്ക്കണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പടിക്കലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം താറുമാറാക്കിയെന്നും ഷാനിമോൾ ഉസ്മാൻ കുറ്റപ്പെടുത്തി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ന്യൂനതകൾ പരിഹരിക്കുക, ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം താറുമാറാക്കി. ഇതിന് പ്രധാന ഉത്തരവാദിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ഈ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം ആക്കിയ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയാണ് ഈ സമരം. തുടക്കത്തിൽ തന്നെ ഞാനൊന്ന് പറഞ്ഞേക്കാം, മന്ത്രി വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്താണ് പ്രശ്നങ്ങൾ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കേരളത്തിലെ നിയമസഭാംഗങ്ങൾ, UDFന്റെ നിയമസഭാംഗങ്ങൾ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പൊതുജനാരോഗ്യ രംഗത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അതിനുവേണ്ടി ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയൻ എന്ന കേരളത്തിലെ കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയോട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷനായിരുന്നു. KPCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോയ് തോമസ്, റോയ് കെ പൗലോസ്, AP ഉസ്മാൻ, തോമസ് രാജൻ, DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കനത്ത മഴ പെയ്ത് നടപ്പുവഴിയിലെ കൈത്തോട്ടിൽ വെള്ളം ഉയരുന്നതോടെ പുറം ലോകത്തേക്കുള്ള യാത്ര പ്രതിസന്ധിയിലാകുന്ന 2 കുടുംബങ്ങളുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത്. മഴക്കാലത്ത് തോടിനു കുറുകെ ഉറപ്പൊന്നുമില്ലാത്ത തടിപ്പാലം നിർമ്മിച്ചാണ് ഇവരുടെ യാത്ര. പക്ഷേ മഴ പെയ്ത് തോട്ടിൽ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് വർദ്ധിക്കുന്നതോടെ ഈ കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടും. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ബിജു ഗോപാലപിള്ളിയും മറ്റൊരു കുടുംബവും മഴക്കാലത്ത് യാത്രയ്ക്കായി പ്രതിസന്ധി നേരിടുന്നത്. തുരുത്തിന് സമാനമായ പ്രദേശത്താണ് വീടുകൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നും ഇവരുടെ വീടുകളിലേക്കുള്ള നടപ്പുവഴിയിൽ ഒരു തോടൊഴുകുന്നുണ്ട്. മഴക്കാലത്ത് ഈ തോട്ടിൽ ജലനിരപ്പ് ഭയാനകമാം വിധം ഉയരും. യാത്ര വഴിമുട്ടാതിരിക്കാൻ തോടിനു കുറുകെ ഉറപ്പൊന്നുമില്ലാത്ത ഒരു തടിപ്പാലം ഇവർ തീർത്തിട്ടുണ്ട്. വെള്ളം കുതിച്ചൊഴുകുന്ന സമയം ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇരു കുടുംബങ്ങളിലെയും ആളുകൾ അക്കരെ ഇക്കരെ യാത്ര ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നു. തോട്ടിൽ വെള്ളം കൂടി അക്കരെയൊക്കെ കടക്കത്തുമില്ല, ഒരു സാധനം മേടിക്കാൻ പോകത്തുമില്ല, ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനും പോകത്തില്ല. കഴിഞ്ഞ മഴക്കാലത്ത് 4 ദിവസം പുറത്തിറങ്ങാതിരിക്കുക. പാലം കിട്ടിയിട്ടുമില്ല, ഈ തടി വെള്ളം കൊണ്ട് പോവുകയും ചെയ്യും. കനത്ത മഴ പെയ്താൽ തോട് കലങ്ങി മറിഞ്ഞ് പേടിപ്പെടുത്തുന്ന ഒഴുക്ക് കൈവരിക്കും. ഈ സമയം തങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടുമെന്ന് കുട്ടികൾ പറയുന്നു. മഴ ആയതുകൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ പേടിയുണ്ട്. വെള്ളം കൂടുമ്പോൾ പാലത്തിന്റെ മേളിലൊക്കെ വെള്ളം വരും. ബിജു ഗോപാലപിള്ളിയുടെ വീട്ടിലുള്ള 85-കാരിയായ വയോധികയടക്കം മഴക്കാലത്ത്
ഈ തടിപ്പാലത്തിന് മുകളിലൂടെ വേണം സാഹസിക യാത്ര നടത്താനെന്നും കുടുംബം പറഞ്ഞു. ഈ തോട്ടിൽ പാലമില്ലാതുണ്ട്. വെള്ളം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കൂടുന്നു. അപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കൂടി കഴിഞ്ഞാൽ. നിലവിൽ പഞ്ചായത്ത് ഈ ഭരണസമിതി ഏറിയ കാലത്ത് എന്ന് പറഞ്ഞായിരുന്നു പാലം അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ നിലവിൽ പാലമില്ല. തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്കുള്ള സമയം ആരെങ്കിലും കാൽവഴുതി തോട്ടിൽ പതിച്ചാൽ വലിയ അപകടത്തിന് വഴിയൊരുക്കും. 3 അടി വീതിയുള്ള പ്രധാന റോഡിൽ നിന്നും വീട്ടിലേക്ക് നടപ്പുവഴിയുള്ളതായി ഇരു കുടുംബങ്ങളും പറയുന്നു. ഈ വഴിക്ക് കുറുകെയാണ് തോട് ഒഴുകുന്നത്. പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ കാൽനട യാത്ര സാധ്യമാകും വിധം തോടിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചു നൽകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ഓരോ മഴക്കാലത്തും തടിപ്പാലം തീർത്തുള്ള യാത്ര മടുത്തതോടെയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാലിനാണ് പരിക്കേറ്റത്. കുഴിത്തുള്ളൂർ നിരപ്പേൽക്കടയിൽ വെച്ചാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് അപകടം നടന്നത്. നിരപ്പേൽക്കടയിലെ കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ച ശ്രീദേവി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് കുറുകെ ചാടിയ കാട്ടുപന്നി വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ഇവരുടെ താടിയെല്ലിനും കൈക്കും കാൽമുട്ടിനും പരിക്കേറ്റു. ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് ശ്രീദേവി പറഞ്ഞു. വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് വണ്ടി വന്ന് മട്ടി മുറിച്ചിടുകയായിരുന്നു. എന്നിട്ട് ഞാൻ കമ്മടിച്ച് വീഴത്തടിച്ച് വീണു. അതിലൊരു ബൈക്കുകാരൻ വന്ന് എന്നെ എണീപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്തുള്ളവർ പെട്ടെന്ന് അടുത്തവർ വന്ന് ഹോസ്പിറ്റലിൽ ഞന്നത്തെയും ചേട്ടനെ വിളിച്ചു. ഞാനും ചേട്ടനും വന്ന് ഹോസ്പിറ്റൽ ലക്ഷ്മി കൊണ്ടു. ലക്ഷ്മി ഇനിയിപ്പം കുറഞ്ഞില്ലെങ്കിൽ ഫസ്റ്റ് ഡോക്ടറെ കൊണ്ടുപോകാൻ. നാട്ടുകാരുടെ പരാതി കേൾക്കുന്നതിനായി പോകുന്നതിനിടെയായിരുന്നു ഇവർക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. ചിന്നക്കനാലിന് സമീപം ദേശീയപാതയിൽ യുവാക്കളുടെ അപകടയാത്ര. ബസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. ബസിന്റെ മുകളിലും ഡോറിൽ തൂങ്ങിയും യുവാക്കൾ നടത്തിയ അപകടയാത്രയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ബസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. ബസിന്റെ മുകളിലും ഡോറിൽ തൂങ്ങിയും യുവാക്കൾ നടത്തിയ അപകടയാത്രയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത്. മധ്യവേനലവധിക്കാലത്തുൾപ്പെടെ ഇത്തരത്തിൽ ഗ്യാപ് റോഡിലും മറ്റും സാഹസിക യാത്ര നടത്തുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന ശക്തമാക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ബസ്സിന് മുകളിൽ അപകടകരമായ വിധത്തിൽ യാത്ര നടത്തുന്നവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ പാതയിൽ മുൻപ് നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം KA മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക, മെഡിസെപ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക, പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക, ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം KA മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിരന്തരമായ പ്രക്ഷോഭത്തിന്റെയും നിരന്തരമായ സെക്രട്ടേറിയറ്റിന് മുന്നിലും കലക്ടറേറ്റുകൾക്ക് മുന്നിലും ഈ ട്രഷറികൾക്ക് മുന്നിലും KSSPA കഴിഞ്ഞ 2 വർഷക്കാലമായി നിരന്തരമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഫലമായി ഗത്യന്തരമില്ലാതെ 2 ഗഡു ക്ഷാമബത്ത അനുവദിച്ചെങ്കിൽ അത് എന്ന് മുതലാണെന്ന് പറയുവാനുള്ള സാമാന്യ മര്യാദ പോലുമില്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ DAക്ക് അല്ലെങ്കിൽ ക്ഷാമാശ്വാസത്തിന് കുടിശ്ശിക ഇല്ലാതെ അരിയറില്ലാത്ത ഒരു കാലഘട്ടമാക്കി മാറ്റിയെടുക്കുവാൻ ഈ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും ബാലഗോപാലനും മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. അതെല്ലാം കണ്ടു കേട്ട് പച്ച മടക്കി ചിട്ടിപ്പിരിവും സാധാരണ പെൻഷൻകാരെ പിരിവുമായിട്ട് ഇവിടുത്തെ പ്രബല സംഘടന എന്ന് പറയുന്ന, ഇവിടുത്തെ പെൻഷൻകാരുടെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്ന, ഇവിടുത്തെ പെൻഷൻകാർക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നു എന്ന് പറയുന്ന അപ്പസ്തോലന്മാരെന്ന് പറയുന്ന പെൻഷനേഴ്സ് യൂണിയന്റെ ആളുകൾ ഇന്ന് മിണ്ടാട്ടമില്ലാതെ പഞ്ചപച്ച് മടക്കി വായിൽ പഴം തിരികെ നിൽക്കുന്ന ദയനീയമായ കാഴ്ച കൂടി ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് വെട്ടിക്കാല, ജില്ലാ സെക്രട്ടറി കെ പി ജയ്മോൻ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കൊച്ചുറാണി, ജേക്കബ് കുരുവിള, കോശി തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ വ്യാപകമായി ഉണ്ടായ പാകമാകാത്ത ജാതിക്കായ പൊഴിച്ചിലിന്റെ കാരണം കുമിൾ ബാധയാണെന്ന് കൃഷി വകുപ്പ്. കുഞ്ചിത്തണ്ണിയിലെ ജാതിത്തോട്ടങ്ങളിൽ ഫൈറ്റോഫ്തോറ കുമിൾ ബാധയും ബോറോൺ അപര്യാപ്തതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ജാതികൃഷിയെ ബാധിക്കുന്ന ഗുരുതരമായ ഇല കായ പൊഴിച്ചിലിന് കാരണമാകുന്ന പ്രശ്നമാണ് ഫൈറ്റോഫ്തോറ കുമിൾ ബാധയെന്നും കൃഷി വകുപ്പ് വ്യക്തമാക്കി. തുടർച്ചയായി മഴ പെയ്തതോടെ ഹൈറേഞ്ചിലെ ജാതി കർഷകർ പ്രധാനമായി നേരിട്ട പ്രശ്നമായിരുന്നു ജാതിക്കായ പൊഴിച്ചിൽ. മൂപ്പത്താത്ത ജാതിക്കായകൾ വലിയ തോതിൽ മരങ്ങളിൽ നിന്ന് നിലം പതിച്ചത് കർഷകരെ വെട്ടിലാക്കി. ശക്തമായി വീശിയ കാറ്റ് ജാതി കർഷകരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇതിനൊപ്പമാണ് മഴയിൽ വ്യാപകമായി ഉണ്ടായ പാകമാകാത്ത ജാതിക്കായ പൊഴിച്ചിലിന്റെ കാരണം കുമിൾ ബാധയാണെന്ന് കൃഷിവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മെയ് അവസാനം മുതലുണ്ടായ തുടർച്ചയായ കനത്ത മഴ കാരണം കർഷകർക്ക് കുമിളിനെ പ്രതിരോധിക്കാനുള്ള ബോർഡോ മിശ്രിതം തളിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതും രോഗവ്യാപനത്തിന് പ്രധാന കാരണമായി. രോഗം ബാധിച്ച കൊഴിഞ്ഞ കായകളും ഇലകളും നീക്കം ചെയ്യുന്നതിന് ശേഷം ട്രൈക്കോഡെർമ സമ്പുഷ്ട ചാണകം മരം ഒന്നിന് 5 കിലോഗ്രാം എന്ന തോതിൽ കടക്കിൽ ഇട്ടു കൊടുക്കണം. സ്യൂഡോ മോനാസ് 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലപോലെ മരത്തിൽ തളിക്കുകയും നീർവാർച്ച സൗകര്യം ഉറപ്പാക്കുകയും ചെയ്താൽ കുമിൾ ബാധയെ പ്രതിരോധിക്കാമെന്നും കൃഷിവകുപ്പ് പറയുന്നു. കുഞ്ചിത്തണ്ണിയിലെ ജാതിത്തോട്ടത്തിൽ ഫൈറ്റോഫ്തോറ കുമിൾ ബാധയും ബോറോൺ അപര്യാപ്തതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ജാതികൃഷിയെ ബാധിക്കുന്ന ഗുരുതരമായ ഇല കായപൊഴിച്ചിലിന് കാരണമാകുന്ന ഒരു പ്രശ്നമാണ് ഫൈറ്റോഫ്തോറ കുമിൾ ബാധയെന്നും കൃഷിവകുപ്പ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥ വണ്ടിപ്പെരിയാറിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റനും AITUC സംസ്ഥാന സെക്രട്ടറിയുമായ CP മുരളിക്ക് പ്രവർത്തകർ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 9 ദേശീയ പണിമുടക്ക് നടത്തുകയാണ്. ഇതിനു മുന്നോടിയായിട്ടാണ് വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു വരുന്നത്. ജില്ലയിൽ മൂന്നാറിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഉടുമ്പൻചോല, നെടുങ്കണ്ടം, കട്ടപ്പന എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം വണ്ടിപ്പെരിയാറിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ AITUC മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജാഥ വൈസ് ക്യാപ്റ്റനും CITU സംസ്ഥാന സെക്രട്ടറിയുമായ M ഹംസ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേവലം ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, അങ്ങേയറ്റത്തെ വലതുപക്ഷ സാമ്പത്തികങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണിയാണ്, ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് താല്പര്യം സാധാരണക്കാരായ ജനങ്ങളോടല്ല, മറിച്ച് ഇന്ത്യൻ കോർപ്പറേറ്റുകളോടാണ്. നമ്മൾ പഠിച്ചത് ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നാണ്. എന്നാൽ നരേന്ദ്രമോദിയും അനുചരന്മാരും രാജ്യത്ത് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ദ കോർപ്പറേറ്റ്, ബൈ ദ കോർപ്പറേറ്റ്, ഫോർ ദ കോർപ്പറേറ്റ് എന്നാണ്. അതിലപ്പുറം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് വിശദീകരണം വേണ്ട. ബ്രിട്ടീഷ് ഭരണകാലം മുതലുണ്ടായ നിയമങ്ങളാണ് തൊഴിൽ നിയമങ്ങൾ. തൊഴിൽ നിയമങ്ങളെല്ലാം തൊഴിലാളിക്ക് അനുകൂലമായി വാദിക്കാനുള്ളതായിരുന്നു. ആ തൊഴിൽ നിയമങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വാദിക്കുന്നു. എന്നിട്ട് ആ നിയമങ്ങൾ പരിഷ്കരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നേതാക്കളായ M തങ്കദുരി, PS രാജൻ, വിജയാനന്ദ്, R തിലകൻ, S സാബു തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം നടത്തിയ കേസിലെ പ്രതി 24 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. വണ്ടിപ്പെരിയാർ മേലെ ഗൂഡല്ലൂർ സ്വദേശി ബിലാൽ മൊയ്തീനാണ് പിടിയിലായത്. 2001 ബിലാൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ബഹളം വയ്ക്കുകയും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. നവീകരിച്ച കട്ടപ്പന 20 ഏക്കർ പൊന്നിക്കവല റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. 20 ഏക്കർ ടൗണിൽ നിന്നും താലൂക്ക് ആശുപത്രി വഴി പൊന്നിക്കവലയ്ക്ക് പോകുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് നാടിന് സമർപ്പിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. 165 മീറ്റർ കോൺക്രീറ്റും 200 മീറ്റർ ടാറിങ്ങും ഉൾപ്പെടെ പൂർത്തീകരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിൻ്റെ ഏറ്റവും ആവശ്യമായിരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞത് സന്തോഷമാണ്. പ്രത്യേകിച്ച് 20 ഏക്കർ ആശുപത്രിയിലേക്കുള്ള റോഡാണ്. ഇവിടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായി, പല തടസ്സങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അല്പം താമസം എടുത്തു എന്നുള്ള ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെ നന്നായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്.
എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ റോഡിൻ്റെ ഇനാഗുറേഷൻ നിർവഹിച്ചു. റോഡ് നവീകരണം പൂർത്തിയായതോടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകൾക്കടക്കം വലിയ ഗുണപ്രദമായി ഇത് മാറും. റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നതോടെ പാത നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി തുക അനുവദിച്ചത്. ചെറുതോണി പാറേമാവ് ശാന്തിഗ്രാം ട്രെയിനിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു. പാറേമാവ് ട്രെയിനിംഗ് അക്കാദമി ഹാളിൽ നടന്ന പരിപാടി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ CMI കാർമൽ പ്രൊവിൻസിന്റെ സോഷ്യൽ അപ്പോസ്തലേറ്റ് ആൻഡ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റും കേന്ദ്ര സർക്കാർ സംരംഭമായ JSSുമായി സഹകരിച്ചാണ് ശാന്തിഗ്രാം ട്രെയിനിംഗ് അക്കാദമിയുടെ പ്രവർത്തനം. 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്കായി ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ടൈലറിംഗ്, ബ്യൂട്ടീഷ്യൻ കോഴ്സുകളാണ് അക്കാദമിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അതിനുവേണ്ടി വെക്കുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ സഹായകരമായ രീതിയിൽ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇന്ന് 2 കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ആ 2 കോഴ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംരംഭം തുടങ്ങാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CMI ജനറൽ കൗൺസിലർ ഫാദർ ബിജു വടക്കേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. JSS ഇടുക്കി ഡയറക്ടർ ലാൽ പ്രസാദ്, ഫാദർ ഷൈൻ മാതക്കൽ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ, ശാന്തിഗ്രാം വെൽഫെയർ സെന്റർ ഡയറക്ടർ ഫാദർ സിജോ തെക്കുംകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഞ്ചാർ ലബക്കട JPM കോളേജിൽ വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈറേഞ്ചിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ JPM കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. നിരവധി സർവകലാശാല റാങ്കുകൾ കരസ്ഥമാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. CST വൈദികരുടെ നേതൃത്വത്തിലുള്ള ഈ വൈജ്ഞാനിക ഉദ്യമത്തിൽ നാടിനും കുടിയേറ്റ മേഖലയ്ക്കുമുണ്ടായ അഭിവൃദ്ധി വളരെ വലുതാണ്. ലോകത്തിനും രാജ്യത്തിനും ഇന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാതൃകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒട്ടേറെ വലിയ മികവിന്റെ കേന്ദ്രങ്ങളാക്കിയ കോളേജുകളും സർവകലാശാലകളും ഇന്ന് ലോകത്തിന് തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാവും. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള 100 കോളേജുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലെ മികവിൻ്റെ കേന്ദ്രങ്ങളായ 16 കോളേജുകൾ കേരളത്തിലാണ്. 200 കോളേജുകൾ എടുത്താൽ 44 കോളേജുകൾ കേരളത്തിൽ കാണാൻ പറ്റും. ഇന്ത്യ രാജ്യത്ത് സർവകലാശാലകളിൽ 10 സർവകലാശാലകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ 3 സർവകലാശാലകൾ കേരളത്തിൽ കാണാൻ പറ്റും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന നൂതനമായ മാറ്റങ്ങളെ നല്ലവണ്ണം അപഗ്രഥിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളം മാറി. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST അധ്യക്ഷനായിരുന്നു. സെന്റ് ജോസഫ് പ്രൊവിൻസ് ഓഡിറ്റർ ഫാദർ മാത്യു മുണ്ടിയത്ത് CST മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V ജോൺസൺ പ്രവേശനോത്സവ സന്ദേശം നൽകി. കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട, JPM B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S റോബർട്ട്, കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ CST, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ റാങ്ക് ജേതാക്കളെ അനുമോദിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കട്ടപ്പന വെള്ളയാങ്കുടി SCC സ്പെഷ്യൽ സ്കൂളിലെ സെൻസറിംഗ് റൂമിന്റെ ഉദ്ഘാടനവും സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. KSFEയുടെ CSR ഫണ്ട് വഴി മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രമഫലമായാണ് ബസ് അനുവദിച്ചത്. സ്കൂൾ മാനേജർ സിസ്റ്റർ റോസിൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനാണ് KSFEയുടെ ചെയർമാൻ ശ്രീ വരദരാജൻ എന്ന് അഭിമാനത്തോടെ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കരുണാർദ്രമായ മുഖം നമ്മളിവിടെ മാത്രമല്ല, നമുക്ക് തന്നെ 2-3 വണ്ടികളുടെ കാര്യമുണ്ട്. മലബാറിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെയായി അദ്ദേഹം ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നല്ലോ. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരിക, ഇതിൽ പങ്കെടുക്കുക, ഒരു ദിവസം മാറ്റി വെക്കുക, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വന്നാൽ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഇത്തരം സ്ഥാപനങ്ങളെയും കുട്ടികളെയും എല്ലാം സഹായിക്കാൻ തക്ക വിധത്തിലുള്ള മനസാക്ഷി കാണിക്കുന്നു എന്നുള്ളതും വേണം. ഏതെല്ലാം തരങ്ങളിൽ ഫണ്ട് ഉപയോഗിക്കാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ വരദരാജൻ സാറിനോടും പ്രിയപ്പെട്ട ശ്രീ ജെന്നിങ്സിനോടും KSFയോടും ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി ഈ നിയോജക മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയിൽ ഞാൻ ഇവിടുത്തെ സിസ്റ്റേഴ്സും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കാനായിട്ട് ഈ സമയം ഞാൻ ആഗ്രഹിക്കുക. KSFE ചെയർമാൻ വരദരാജൻ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. എക്സ്പെൻഷണൽ ലേണിംഗ് CEO ഡോക്ടർ ജിനോ അരുഷി ഡിജിറ്റൽ ടാബുകളും കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീന സിബി സെൻസറിംഗ് മുറിയും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ാണ് കുട്ടികളാണ് അസിസി സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി തോമസ്, സിസ്റ്റർ ബെന്നോ, PTA പ്രസിഡന്റ് സൈമൺ തോമസ്, MPTA പ്രസിഡന്റ് ജാൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സേനാപതി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ലൈബ്രറിയുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചിരുന്നു. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രണ്ട് മനുഷ്യർക്കിടയിൽ ഒരു വലിയ മതിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും വിഷവിത്തുകൾ പാകിക്കൊണ്ട് ഒരു വലിയ മതിൽ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ആ മതിൽ പൊളിച്ചു മാറ്റിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മഹാമന്ത്രം അത് മനുഷ്യ സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ സൗഹൃദങ്ങളെ നെഞ്ചോട് ചേർക്കുകയും നമ്മുടെ അധ്യാപകരെയും നമ്മുടെ രക്ഷകർത്താക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നാളെ നമ്മളിവിടെ ജീവിച്ചിരുന്നതിന്, നാളെ ഇവിടെ ഒരു സൂര്യലാൽ ജീവിച്ചിരുന്നു, നാളെ ഇവിടെ ഒരു സൗമ്യ ജീവിച്ചിരുന്നു, നാളെ ഇവിടെ ഒരു അനീഷ് ജീവിച്ചിരുന്നു, ടോണി ജീവിച്ചിരുന്നു എന്നതിന് ഒരു ചെറിയ കയ്യൊപ്പ് ചാർത്തിയിട്ട് വേണം നമുക്ക് കടന്നു പോകാൻ. ലൈബ്രറിയിലേക്ക് അധ്യാപികയും എഴുത്തുകാരിയുമായ സൗമ്യ ചന്ദ്രശേഖരന്റെ വീട് പൂക്കുമ്പോൾ എന്ന പുസ്തകം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് പോൾ പുൽപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ മൂന്നാർ റോട്ടറി ക്ലബ്ബ് ഓഫ് വില്ലേജ് സ്കൂൾ ലൈബ്രറിക്ക് നൽകിയ പുസ്തകങ്ങളും കൈമാറി. യോഗത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. VHSS പ്രിൻസിപ്പൽ ബിനു പോൾ, PTA പ്രസിഡന്റ് സിജോ AP, ഹെഡ്മിസ്ട്രസ് ഡെയ്സി മാത്യു, സെന്റ് ജോർജ് യാക്കോബായ ഇടവക ട്രസ്റ്റി അജിൽ ബേബി, പ്രിൻസിപ്പൽ ഇൻചാർജ് ധന്യ S. നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വായനയോടുള്ള അഭിനിവേശം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഗിഫ്റ്റ് ഓഫ് റീഡിംഗ് പദ്ധതിക്ക് തുടക്കമിട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം പുറ്റടി NSP HSSൽ നടന്നു. റോട്ടറി ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഡയറക്ടർ ജോസ് മാത്യു, അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയാൻ, IPP ജിതിൻ കൊല്ലംകുടി എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ കൈമാറി. റോട്ടറി ഡിസ്ട്രിക്ട് 3205 ഹാർമണി എന്ന ജില്ലാ തീമിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ അക്കാദമിക പിന്തുണയും ബോധവൽക്കരണവും പരിപാടി ലക്ഷ്യമിടുന്നു. യൂത്ത് സർവീസ് ചെയർമാൻ ആൽവിൻ ഫ്രാൻസിസ് വായനയുടെ പ്രാധാന്യം വിശദീകരിച്ച് സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ, പാസ്റ്റ് പ്രസിഡന്റ് PM ജെയിംസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഡിറ്റോ മാത്യു, സെക്രട്ടറി കിരൺ ജോർജ് തോമസ്, ട്രഷറർ ജോസ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റിന്റെ പുതിയ ശാഖ കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ റോഡിൽ TB ജംഗ്ഷനിലാണ് ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. നികുതി സംബന്ധമായ എല്ലാത്തരം ജോലികളും, FSSAI ജോലികളും, GST ജോലികളും, സർട്ടിഫിക്കേഷനുകളും, കയറ്റുമതി സംബന്ധമായ പേപ്പർ ജോലികളും, ഓഡിറ്റ് സേവനങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റ് ചെയ്തു നൽകും. എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ പ്രവർത്തിച്ചിരുന്ന ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഇന്ന് ഈ CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ഫേമുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ സംരംഭങ്ങളും ഇന്ന് ടാക്സുമായും എല്ലാം ബന്ധപ്പെട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു സേവനമില്ലാതെ, അതോടൊപ്പം തന്നെ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് വരുന്നു എന്നുള്ള വരുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ സേവനം അതിന് വേണ്ടിയിട്ടുള്ള അതിനാവശ്യമായ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു പ്രയാണത്തിൽ എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് ഇടപെടൽ അനിവാര്യമായി ആയ ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സേവനം ഇന്ന് നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവരുടെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ ഓഫീസുകൾ ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓൾ കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി തോമസ് TJ, ജോസ് ചാക്കോ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ ചെസ്റ്റർ ചിറയത്ത, ജ്യോത്സന പിള്ള, ജിതിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും. വലിയ സ്വപ്നങ്ങളില്ലാത്ത തനിച്ചുള്ള യാത്രയിൽ ഒരാളെ മാത്രം ആരാധനയോടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട് മൂന്നാറിൽ. പേര് തോമസ്. MGRന്റെ കടുത്ത ആരാധകനായ ഇദ്ദേഹത്തിന് MGR അഭിനയിച്ച മുഴുവൻ സിനിമകളുടെയും പേരുകളും മനഃപ്പാടമാണ്. കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളാകട്ടെ MGRന്റെ സിനിമകളിലെ മാത്രം. MGRന്റെ പടങ്ങളുടെ പേര് ചോദിച്ചാൽ ഒരു പേപ്പർ എടുത്ത് ഓരോന്നായി എഴുതി കയ്യിൽ തരും. തോമസ് എന്ന പേരല്ലാതെ ഇദ്ദേഹത്തിന് മറ്റൊന്നും സ്വന്തമായിട്ടില്ല. താമസം മൂന്നാറിന്റെ തിരുവോരങ്ങളിൽ. സ്വദേശം എവിടെയെന്ന് ചോദിച്ചാൽ താൻ മൂന്നാറുകാരനാണെന്ന് മാത്രം പറയും. ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ തോമസിന് ഒപ്പമുള്ളത് MGR എന്ന വലിയ നടന്റെ നിറമുള്ള ഓർമ്മകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ തോമസ് വാചാലനാകും. ആരാധന എത്രത്തോളമെന്ന് ആ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് വായിച്ചെടുക്കാം. MGR സിനിമകളുടെ പേരുകൾ ഓരോ കാലഘട്ടമനുസരിച്ച ക്രമത്തിൽ എഴുതി കാണിക്കും. எல்லாம் எம்ஜிஆர் படம் தான் போடுவோம். கூட அடிக்க எம்ஜிஆர் படம் சிவாஜியனுக்கு அது அழுவ படமா இருக்குல்ல. எம்ஜிஆர் படம் தான் நமக்கு பிடிக்கும். பூரா எம்ஜிஆர் பூரா எல்லாமே 1-2 தான் இந்த நடிகர் அவர் எல்லாம் எம்ஜிஆர் படம். இந்த வேற படம் சிவாஜியனுக்கு படம், கமலஹாசன் படம், விஜயாந்த், ரஜினிகாந்த், பாபி விளக்கு, பச்சை விளக்கு, கர்மத்தின் எல்லாம் போடும். മൂന്നാറിന്റെ തിരുവോരങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തോമസ് പാടും MGR സിനിമകളിലെ ഗാനങ്ങൾ. கொடுத்தார் அவர் யாருக்காக கொடுத்தார், ஒருத்தருக்காக கொடுத்தார் இல்லை, ஊருக்காக கொடுத்தார், ஒருத்தருக்காக கொடுத்தார் இல்லை, ஊருக்காக கொடுத்தார். மண்குடிதை வாழவா என்றவர வெறுத்திடுவான், மாலை நிலா ஏழையன்பான் விழிச்சந்திர மறுத்திடுவான். മൂന്നാറുകാർക്ക് തോമസ് സുപരിചിതനാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത മനുഷ്യൻ. ചുരുക്കി പറഞ്ഞാൽ MGRന്റെ ഓർമ്മകൾ മാത്രമല്ല, മൂന്നാറും തോമസിന്റെ സ്വന്തമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മികമ്പോള നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 194. വിൽപ്പനയ്ക്ക് വന്നത് 34,641. വിൽപ്പന നടന്നത് 34,356. കൂടിയ വില 3,152. ശരാശരി വില 2,593. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിൽ 660 രൂപ. ഏലം കൂടിയ വില 2,500. ഏലം ശരാശരി വില 2,000.
കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,020 രൂപ, വെള്ളി 120. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ് വിനോദസഞ്ചാരി മരിച്ചത് ചെന്നൈയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാൾ. അപകടമുണ്ടായത് വാഹനം പിറകോട്ടുരുണ്ട താഴ്ചയിലേക്ക് പതിച്ച. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് അശോക ലോട്ടറി കടയിൽ. 1 ലക്ഷത്തോളം രൂപയും 3.5 ലക്ഷം രൂപയുടെ ലോട്ടറിയും മോഷ്ടാവ് അപഹരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പടിക്കിലേക്ക് നടത്തിയ മാർച്ചും ധർണയും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം താറുമാറാക്കിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ഷാനിമോൾ ഉസ്മാൻ. കനത്ത മഴ പെയ്ത് നടപ്പുവഴിയിലെ കൈത്തോട്ടിൽ വെള്ളമുയരുന്നതോടെ പുറം ലോകത്തേക്കുള്ള യാത്ര പ്രതിസന്ധിയിലായി മാങ്കുളം ആനക്കുളത്തെ 2 കുടുംബങ്ങൾ. മഴക്കാലത്ത് ഇവരുടെ യാത്ര തോടിനു പുറകെ ഉറപ്പൊന്നുമില്ലാത്ത തടിപ്പാലം നിർമ്മിച്ച. മഴ പെയ്ത തോട്ടിൽ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് വർദ്ധിക്കുന്നതോടെ കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും തടസ്സപ്പെടും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.